നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സിപിഎമ്മിലെ പ്രാദേശിക വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക്. കൊല്ലത്തിനും പാലക്കാടിനും പിന്നാലെ പത്തനംതിട്ടയിലും തർക്കം. സമവായ ശ്രമവുമായി MV ഗോവിന്ദൻ പത്തനംതിട്ടയിൽ. കൊല്ലം കുലശേഖരപുരത്ത് ലോക്കൽ സെക്രട്ടറി രാജിവെച്ചു. നേതാക്കളുടെ പോരിൽ മനം മടുത്തെന്ന് പാർട്ടി ഗ്രൂപ്പിൽ പോസ്റ്റ്. ആലപ്പുഴയിലെ വീട്ടിലെത്തി G സുധാകരന് കൈകൊടുത്ത് KC വേണുഗോപാൽ. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും KC. വേണുഗോപാൽ ദീർഘകാല സുഹൃത്തെന്ന് സുധാകരൻ. ഞാൻ സുഖമില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനുവേണ്ടി വന്നതാണ്. മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും ഭീഷണിയുമായി K സുരേന്ദ്രൻ. BJPക്കെതിരെ വാർത്ത കൊടുത്താൽ ഓഫീസിലേക്ക് വരുമെന്ന് വിരട്ടൽ. വയനാട് പര്യടനം തുടർന്ന് പ്രിയങ്ക ഗാന്ധി. കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലും പരിപാടികൾ. ഫിഞ്ചാൽ ആഘാതത്തിൽ പുതുശ്ശേരി മുങ്ങി. 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴപ്പെയ്ത്ത്. ചെന്നൈയിൽ 4 മരണം. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. നാളെ മുതൽ മഴ ശക്തമായേക്കും. ട്രാക്കോ ജീവനക്കാരന്റെ ആത്മഹത്യയിൽ കുറ്റസമ്മതവുമായി കമ്പനി ചെയർമാൻ. ഉണ്ണി മാനസികമായി സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് വഴുതാനത്ത് ബാലചന്ദ്രൻ. സംഘർഷം അനുഭവിച്ചിരുന്നു ഉണ്ടില്ലെന്ന് പറയുന്നില്ലേ. ഇതുകൊണ്ട് മാത്രമല്ല, എങ്കിലും അത് അദ്ദേഹത്തിന് ആ ഭാഗമുണ്ട്, സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിനുണ്ട്. P ഉണ്ണിയുടെ മൃതദേഹം സംസ്കരിച്ചു. എറണാകുളത്തെ തീപിടുത്തങ്ങൾ നിയന്ത്രണ വിധേയം. സൗത്ത് പാലത്തിന് സമീപം ആക്രി ഗോഡൌൺ കത്തി നശിച്ചത് പുലർച്ചെ 2:30-ഓടെ. നെടുമ്പാശ്ശേരി ആപ്പിൾ റെസിഡൻസിയിലെ തീയണച്ചു. 4 കാറുകൾ കത്തി നശിച്ചു. മുനമ്പം ജനതയുടെ സമരം 50-ാം നാളിൽ. പരിഹാര നിർദ്ദേശങ്ങൾ ഇനിയും അകലെ. പ്രതീക്ഷ ജുഡീഷ്യൽ കമ്മീഷനിൽ. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ഡിമാൻഡിൽ ഉറച്ച ശിവസേന. വിലപേശലിൽ പ്രതിസന്ധിയിലായി മഹായുതി. സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിച്ചിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായില്ല. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ സമനില തുടരുന്നു. ഗുകേഷ് ഡിംഗ്ലിറൻ പോരാട്ടം ഒപ്പത്തിനൊപ്പം. ഇന്ന് 6ാം ഗെയിം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. CPM-ന് തലവേദനയായി തെരുവിലേക്കും പരസ്യ വെല്ലുവിളിയിലേക്കും നീളുന്ന പ്രാദേശിക വിഭാഗീയത. ദീർഘകാല തർക്കങ്ങൾക്ക് പോലും പരിഹരിക്കാതെ വിഷയം വഷളാക്കിയതിൽ ജില്ലാ സംസ്ഥാന നേതൃത്വത്തെയും അണികൾ പ്രതിക്കൂട്ടിലാക്കുന്നു. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ സ്ഥാനമൊഴിയുന്നതായി കാണിച്ച് കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B കൃഷ്ണകുമാർ തന്റെ പാർട്ടി ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുന്നതായി വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അറിയിച്ചു. CA2 VS പക്ഷപോരും VS പിണറായി പക്ഷപോരും കടന്നു വന്ന പാർട്ടിയാണ് CPM. എന്നാൽ അന്നത്തെ വിഭാഗീയതയും ഇന്നത്തെ വിഭാഗീയതയും തമ്മിൽ സാമ്യമേതുമില്ല. ആശയതർക്കങ്ങൾ മുൻനിർത്തിയുള്ള അധികാരം പിടിക്കലായിരുന്നു അന്നത്തെ രീതി. ഇപ്പോൾ ആശയതർക്കങ്ങളില്ല, അധികാര തർക്കങ്ങൾ മാത്രം. സംസ്ഥാന രൂപമില്ലാത്ത പ്രാദേശിക വിഭാഗീയത. അണികൾ തമ്മിലുള്ള പോര് തെരുവിലെത്തി. നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള യുവ നേതാവ് BJPയിലേക്ക് പോയി. ഇപ്പോൾ കൈവിട്ടുപോയത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പുകയുന്ന തർക്കങ്ങളാണ്. ഇതൊക്കെ നടക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകി. പക്ഷേ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചുമതല ഒഴിയുന്ന വിവരം പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പരസ്യമാക്കി. ഗ്യാലറിയിലിരുന്ന് കളി പ്രോത്സാഹിപ്പിച്ച നേതൃത്വത്തെ കണക്കിന് പരിഹസിക്കുന്നതാണ് B കൃഷ്ണകുമാറിന്റെ കുറിപ്പ്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലയിലെ 2 പ്രധാന നേതാക്കളാണ് ഇരുപക്ഷത്തിനും പിന്നിലെന്നും ജില്ലാ സെക്രട്ടറി ഇതിൽ ഒരു പക്ഷത്തിനൊപ്പം നിൽക്കുന്നുവെന്നും അണികൾക്കിടയിൽ ആരോപണമുണ്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടത്തിയതും
സമാന്തര ഓഫീസ് തുറന്നതുമടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിഭാഗീയ തർക്കങ്ങൾ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. യഥാസമയം തർക്കങ്ങൾ പരിഹരിക്കാതെ പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഒരു വിഭാഗം അണികൾ വിമർശനമുന്നയിക്കുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഇതിനിടെ കരുനാഗപ്പള്ളിക്ക് പുറമെ തിരുവല്ലയിലെ വിഭാഗീയത CPM നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം വിഭാഗീയതയെ തുടർന്ന് 2 തവണ നിർത്തിവെച്ചെങ്കിലും കയ്യാങ്കളിയിലേക്ക് എത്തിയതുമാണ് നേതൃത്വത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശമാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചത്. മുൻ ലോക്കൽ സെക്രട്ടറിയായ CC സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പ്രതികാരമെന്നോണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ഈ പരാമർശമാണ് തർക്കങ്ങൾക്കും ഒടുവിൽ കയ്യാങ്കളി വരെയും എത്തിച്ചത്. സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ മുൻ ഏരിയ സെക്രട്ടറിയും ഒരു വിഭാഗം നേതാക്കളും സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു എന്ന ഗുരുതരമായ പരാമർശങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. പാർട്ടിക്കും നേതൃത്വത്തിനും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിഭാഗീയത ഉയർന്നതോടെ 2 തവണ സമ്മേളനം നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ട സമവായ നീക്കങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തിരുവല്ല CPMലെ രൂക്ഷമായ വിഭാഗീയതയിൽ പരുമല ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരും കഴിഞ്ഞ ദിവസം കൂട്ടരാജിവെച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. കരുനാഗപ്പള്ളിയിൽ ലോക്കൽ സമ്മേളനവും ഏരിയ സമ്മേളനവും വേണ്ടെന്ന് വെച്ചു. ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തും. തെറ്റായ പ്രവണത വെച്ചുപൊറിപ്പിക്കില്ല എന്ന സന്ദേശമാണ് പാർട്ടി നൽകിയത്. അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിനുള്ള പ്രചാരവേലയാണ് നടക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്, അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേലയാണ് ഇന്നലെ മുതൽ പാർട്ടി ആ നിലപാട് സ്വീകരിച്ചത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ നല്ലൊരു വിഭാഗം. അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്. അതിൽ വേറെ ഒരു വിഭാഗത്തെ നേരിട്ട് കാണാനില്ല. പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ചു പൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. ഒറ്റപ്പെട്ട സംഭവമാണ്. അഡ്ഹോ കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൌരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിച്ചത്. CPMനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് ആളുകളെ അയക്കുകയാണെന്ന് EP ജയരാജൻ. പോസ്റ്റ് മോഡേൺ എന്ന പേരിലാണ് പരിശീലനം. പാർട്ടി നേതൃത്വത്തെ ആക്രമിച്ച് CPMനെ തകർക്കലാണ് ലക്ഷ്യമെന്നും ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണെന്നും EP പറഞ്ഞു. മാധ്യമങ്ങളെ പണം കൊടുത്തു വാങ്ങുന്നുവെന്നും EP ജയരാജൻ ആരോപിച്ചു. യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ആ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPMനെയാണ്. CPM തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്. മുതിർന്ന CPM നേതാവ് ജയ് സുധാകരനെ ആലപ്പുഴയിലെ വീട്ടിലെത്തി കണ്ട് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇന്ന് രാവിലെയാണ് സുധാകരനെ കാണാൻ KC എത്തിയത്. തനിക്ക് KC വേണുഗോപാലുമായി ദീർഘകാലത്തെ സൗഹൃദമുണ്ടെന്ന് G സുധാകരൻ പറഞ്ഞു. തന്റെ ആരോഗ്യ വിവരങ്ങൾ അറിയാനാണ് KC എത്തിയത്. തനിക്ക് പാർട്ടിയിൽ യാതൊരുവിധ അസംതൃപ്തിയും ഇല്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. ഞാൻ സൂവില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനുവേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലേക്ക് ഒരുമിച്ചുണ്ടായില്ല. അതിനെന്താ പ്രശ്നം? ഞാൻ സൂവില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനുവേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലേക്ക് ഒരുമിച്ചുണ്ടായില്ല. അതിനെന്താ പ്രശ്നം? മറ്റു വാർത്തയിലേക്ക്. തമിഴ്നാട് ആന്ധ്ര തീരത്ത് നാശം വിതച്ച് ഫിഞ്ചാൽ.
ഇന്നലെ രാത്രി കടതൊട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലെ പുതുച്ചേരിയിലും വ്യാപക നാശം. 4 പേർ മരിച്ചു. പുതുച്ചേരിയിൽ റെക്കോർഡ് മഴയാണ് പെയ്യുന്നത്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രയുടെ തെക്കൻ തീരങ്ങളിലും മിന്നൽ പ്രളയ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. അതിതീവ്ര ന്യൂനമർദ്ദം രാത്രി വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പുതുച്ചേരിക്കും മഹാബലിപുരത്തിനുമിടയിൽ കരതൊട്ടത്. തുടർന്ന് ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. തമിഴ്നാടിന്റെ തെക്കു പടിഞ്ഞാറ് തീരങ്ങളിലൂടെ ന്യൂനമർദ്ദം ആന്ധ്രയുടെ തെക്കൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 7 കിലോമീറ്റർ എന്നതാണ് കാറ്റിന്റെ വേഗത. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ പെയ്യുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് മൂലം ജനജീവിതം ദുഷ്കരമായി. റെക്കോർഡ് മഴയാണ് പുതുച്ചേരിയിൽ പെയ്തത്. 24 മണിക്കൂറിനിടെ 48.37 സെന്റിമീറ്റർ മഴ പെയ്തു. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. വീഴുപുരം, കല്ലാക്കുറിച്ചി, കടലൂർ ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതാഘാതമേറ്റാണ് 4 മരണങ്ങളും സംഭവിച്ചത്. ചുഴലിക്കാറ്റ് കരതൊടുന്നതിന് മുമ്പായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. മരങ്ങൾ കടപുഴകി വീണു. കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം പുലർച്ചെ 4 മണിയോടെ തുറന്നു. 227 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ട്രെയിൻ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയ്ക്ക് പുറമെ ചെന്നൈ ഗാരിസൺ ബറ്റാലിയനിലെ സൈന്യവും രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയെ ഞെട്ടിച്ച് 2 തീപിടുത്തങ്ങൾ. കൊച്ചി നഗരത്തെ ആശങ്കയിലാക്കി സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപവും നെടുമ്പാശ്ശേരിയിലും വൻ തീപിടുത്തങ്ങൾ. റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതോടെ തീ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്കും പടർന്നു. ആലപ്പുഴ വഴിയുള്ള ഗതാഗതം 2 മണിക്കൂർ നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. ഗോഡൌണിൽ ഉണ്ടായ തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത് വൻ ദുരിതം ഒഴിവാക്കി. പുലർച്ചെ 2 മണിയോടെയാണ് ആക്രി ഗോഡൌണിന് തീ പിടിച്ചത്. വനിതാ ഹോസ്റ്റൽ, അപ്പാർട്ട്മെന്റുകൾ, വീടുകൾ തുടങ്ങിയവയ്ക്ക് സമീപമായിരുന്നു ആക്രി ഗോഡൌൺ. തീ ആളിപ്പടർന്നതോടെ ഗോഡൌണിൽ ഉണ്ടായിരുന്ന 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. തൊട്ടടുത്തുള്ള ലോഡ്ജിലേക്കും കടകളിലേക്കും റെയിൽവേ ട്രാക്കിലേക്കും തീ പടരുന്ന സ്ഥിതിയായി. ഇത് ആശങ്ക കൂട്ടി. ഞാൻ ബാത്റൂമിൽ പോയി വന്ന് കിടന്നു കഴിഞ്ഞ് ലൈറ്റ് പോയി വന്നു കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, പെട്ടെന്നൊരു ശബ്ദം കേട്ടു മകന്. അപ്പം ഈ വണ്ടി പോണ കാരണം ഈ വണ്ടി വല്ലതും തട്ടിയിട്ടതാണോ വെച്ചിട്ടാണ് അതിൽ നോക്കിയത്. അപ്പം അപ്പുറത്തുനിന്ന് തീ കാണുക. അപ്പോൾ അവർ രാത്രി ശബ്ദം കേട്ടിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് കത്തുപിടിച്ച് കാണുന്നത്. ഇവിടെ തൊഴിലാളികൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും തൊഴിലാളികളൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അവരതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഇതോടെ ലോഡ്ജിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്തു. ഗോഡൌണിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെ പെട്ടെന്ന് പുറത്തിറക്കാനായതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള 15 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. പൂർണ്ണമായിട്ടും നമുക്ക് ഇതിന്റെ അപകട നില മാറ്റിയിട്ടുണ്ട്. കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ളത്. 15 യൂണിറ്റാണ് ആകെ 10 സ്റ്റേഷനായിട്ട് വേണ്ടി വന്നത്. 65-ലധികം ജീവനക്കാർ വർക്ക് ചെയ്ത് 4.5 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. ഗോഡൌണിന് തീയിട്ടതെന്നാണ് ഉടമയുടെ വാദം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു കാർ പൂർണ്ണമായും 3 കാറുകളും ബൈക്കുകളും ഭാഗികമായും കത്തിനശിച്ചു. റെസിഡൻസിയിലെ മുറികളിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ഹോട്ടലിലെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ച് ഏണി ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ടയിൽ രോഗിയുമായി സഞ്ചരിച്ച ആംബുലൻസ് KSRTC ബസ്സിലേക്ക് ഇടിച്ചുകയറി 8ഓളം പേർക്ക് പരിക്ക്. പത്തനംതിട്ട കലഞ്ഞൂർ റോഡിലെ വളവിൽ തെന്നിമാറിയാണ് അപകടം. പത്തനംതിട്ടയിലേക്ക് വന്ന ബസ്സും പത്തനാപുരത്തേക്ക് രോഗിയുമായി പോയ ആംബുലൻസുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പത്തനാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, ദൃശ്യങ്ങളിൽ ഇതൊരു വലിയ അപകടമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KSRTC ബസ്സൊക്കെ തകർന്ന നിലയിലാണ്. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്തെ, ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയാണ് ഇത്ര ഒരു അപകടമുണ്ടാകുന്നത്. അതായത് പത്തനംതിട്ടയിൽ നിന്നിലേക്ക് പത്തനാപുരത്തും പത്തനംതിട്ടയ്ക്ക് വരുന്ന KSRTCയിലേക്ക് കോന്നിയിൽ നിന്നും അതുപോലെ തന്നെ പത്തനാപുരത്തേക്ക് പോയ ആംബുലൻസ് ആണ് ഇടിച്ചു കയറിയത്. സേവാഭാരതിയുടെ ആംബുലൻസ് ആണ്.
അത് മഴയായതുകൊണ്ട് റോഡിലെ ഈ ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നിമാറിയെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയുന്ന വിവരം. എന്തായാലും ഈ അപകടത്തിൽ 8 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഡ്രൈവർക്കും KSRTC വാഹനത്തിലെ ഡ്രൈവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, ആംബുലൻസ് ഡ്രൈവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരിലും ബാക്കിയുള്ള 6 പേരുള്ള യാത്രക്കാർക്ക് അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിലെ രോഗി ഈ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും പത്തനാപുരത്തേക്ക് കൊണ്ടുവരുന്ന തിരുവനന്തപുരത്തേക്ക് വരുന്ന രോഗി കൂടി ആംബുലൻസ് തെറിച്ച് റോഡിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആക്സിഡന്റാണ് ഉണ്ടായത്. അപകടത്തിൽ നിന്നും വലിയ രീതിയിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മഴയുടെ കാരണം കൊണ്ട് റോഡിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ആംബുലൻസ് തെന്നി മാറിയാണ് ഇത് ഇടിച്ചതെന്ന് അറിയപ്പെടുന്നത്. അതായത് ഈ പറയുന്നത്, അതായത് സേവാഭാരതിയുടെ ആംബുലൻസ് ആണ് അപകടത്തിൽ പെട്ടത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയുന്നത്. എന്തായാലും ഈ പരിക്കേറ്റവരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ആംബുലൻസ് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. KSRTC ബസ്സും കാര്യമായി ആഘാതം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. ട്രാക്കോ കേബിൾ ജീവനക്കാരൻ P. ഉണ്ണിയുടെ ആത്മഹത്യയിൽ ഉത്തരവാദിത്തം തനിക്കും കമ്പനിക്കുമെന്ന് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ. ഉണ്ണിയുടെ ആത്മഹത്യയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കാരണമായതായി അദ്ദേഹം പറഞ്ഞു. ഉണ്ണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. 11 മാസമായി ശമ്പളം മുടങ്ങിയ ട്രാക്കോ കേബിളിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ. ഉണ്ണിയുടെ മരണത്തിൽ ട്രാക്കോ കേബിൾ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. തൊഴിലാളികളുടെ വികാരം ഉൾക്കൊണ്ടാണ് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ സംസാരിച്ചതും. ഉണ്ണി മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നുവെന്നും സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിന് കാരണമാകാമെന്നും ചെയർമാൻ പറഞ്ഞു. ട്രാക്കോ കേബിളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള കരാർ നടപ്പാക്കാനാണ് ശ്രമം. ഒരു സംഘർഷം അനുഭവിച്ചിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല. ഇതുകൊണ്ട് മാത്രമല്ല, എങ്കിലും അത് അദ്ദേഹത്തിന് അഭാവമുണ്ട്, സാമ്പത്തിക ബാധ്യത അതിനുണ്ട്. കമ്പനിയോട് വന്ന് ഞാൻ പറയത്തില്ല. മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ് ഉണ്ണിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന നിലപാടിൽ തന്നെയാണ് ജീവനക്കാർ. ആദ്യം ഒരു 50% തന്നു, പിന്നെ 25% ആയി, പിന്നെ 10,000 ആയി, 5,000 അങ്ങനെ ഞങ്ങൾ 2.5 കൊല്ലമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും ജോലിക്ക് വരാൻ പോലുള്ള ബസ് കൂലി പോലും ഇല്ലാത്ത ആൾക്കാർ വീട്ടിലിരിക്കുക. കുറച്ച് പേരൊക്കെ വന്നു പോകണമെന്ന് മാത്രം, അല്ലാത്ത പ്രതിസന്ധിയാണ് കമ്പനി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലേക്ക് എത്തിച്ച ഉണ്ണിയുടെ മൃതദേഹത്തിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ചടങ്ങുകൾക്ക് ശേഷം കാക്കനാട് അത്താണിയിലുള്ള പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ന്യൂസ് 18 കൊച്ചി. മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും ഭീഷണിയുമായി BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ. BJPക്കെതിരെ ഇനിയും വാർത്ത കൊടുത്താൽ ഓഫീസിൽ വരുമെന്നാണ് ഭീഷണി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉജ്ജ്വലമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അയച്ചു കൊടുത്ത സാധനമാണ്. എല്ലാ ശിങ്കടികൾക്കും കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്കെല്ലാം കിട്ടിയില്ലേ? നിലവിൽ ചർച്ച സംഘടനാ തിരഞ്ഞെടുപ്പുമായി അങ്ങനെ വലിയ പറഞ്ഞു ഒരു സാധനം നിങ്ങൾ ഇതിനെയൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്നിട്ട് ഞാൻ മറുപടി പറയണതാണ്. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയം നേടി ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാവാതെ മഹായുതി. കടുത്ത പനിയെ തുടർന്ന് ഏക്നാഥ് ഷിൻഡെ ജന്മനാടായ സത്താറയിൽ വിശ്രമത്തിലാണ്. ആഭ്യന്തര വകുപ്പില്ലാതെ ഒത്തുതീർപ്പില്ല എന്ന നിലപാടിലാണ് ശിവസേന. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും 5-ാം തീയതി സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5-4 ഭൂരിപക്ഷത്തോടെയുള്ള അത്ഭുത വിജയം. ദിവസം 8 കഴിഞ്ഞു. മഹായുതിയിൽ നിന്നാര് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും? ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. എപ്പോൾ വരുമെന്നും ഉറപ്പില്ല. മഹാരാഷ്ട്രയ്ക്കൊപ്പം ഫലം പ്രഖ്യാപിച്ച ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി. ഏക്നാഥ് ഷിൻഡെയുമായി JP നദ്ദയും അമിത്ഷായും നേരിട്ടു ചർച്ച നടത്തിയിട്ടും അന്തിമ തീരുമാനമായില്ല. 2.5 വർഷം മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഷിൻഡെ തയ്യാറായി. പക്ഷേ ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ആഭ്യന്തരം വിട്ടുകൊടുക്കാനാവില്ലെന്ന നിലപാടിൽ BJPയും. നിലവിലെ തർക്കം തട്ടി നിൽക്കുന്നത് ഇവിടെയാണ്. മുംബൈയിൽ നടത്തേണ്ട ചർച്ചയ്ക്ക് നിൽക്കാതെ ഷിൻഡെ ജന്മനാടായ സത്താറയിലേക്ക് മടങ്ങി. കടുത്ത പനി ബാധിച്ച് ചികിത്സയിലാണെന്നാണ് വിശദീകരണം. എന്നാൽ ഇത് വകുപ്പ് തർക്ക പനിയാണോ എന്ന സംശയം ശക്തമാണ്. ആഭ്യന്തരമില്ലെങ്കിൽ സർക്കാരിൽ പങ്കാളിയാവാനില്ല, പുറത്തുനിന്ന് പിന്തുണച്ചോളാം. ഇതാണ് ശിവസേന നിലപാട്.
തൽക്കാലം ഭീഷണിയില്ലെങ്കിലും ഭാവിയിൽ ഇതുണ്ടാക്കുന്ന അപകടം തിരിച്ചറിയുന്ന BJP ഏതു വിധേനയും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. 5-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയാവുമെന്ന പ്രഖ്യാപനത്തിന് BJP ഇതുവരെ തയ്യാറായിട്ടില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഷിൻഡെ ഇന്ന് വൈകുന്നേരത്തോടെ മുംബൈയിലെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പനി കുറവുണ്ടെന്നും ഇന്ന് തന്നെ എത്തുമെന്നും ഷിൻഡെയുടെ ഒപ്പമുള്ളവർ അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മുംബൈയിൽ നടക്കേണ്ട ചർച്ചകൾക്ക് നിൽക്കാതെ ഷിൻഡെ നേരെ ജന്മനാടായ സത്താറയിലേക്ക് പോവുകയായിരുന്നു. ഷിൻഡെ പനിക്ക് ചികിത്സയിലാണെന്ന് അദ്ദേഹത്തെ ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനിടെ BJPക്കും ഏക്നാഥ് ഷിൻഡെക്കുമെതിരെ കോൺഗ്രസ് MP പ്രമോദ് തിവാരി മഹായുതിയുടേത് വഞ്ചനയുടെ രാഷ്ട്രീയമാണ്, തന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ കുടുംബത്തെ വഞ്ചിച്ചാണ് ഷിൻഡെ മുഖ്യമന്ത്രിയായത്. ഇപ്പോൾ ഉപയോഗശേഷം BJP ഷിൻഡെയെ വലിച്ചെറിഞ്ഞുവെന്നും പ്രമോദ് തിവാരി പറഞ്ഞു. राजनीतिक गिरावट की कहानी है महायुति गठबंधन. पहले वर्तमान कार्यवाहक मुख्यमंत्री जी ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതോടെ ശബരിമലയിൽ തിരക്കൊഴിഞ്ഞു. സന്നിധാനത്തും രാവിലെ മുതൽ ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട്. ദർശനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്ത തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് ദേവസ്വം ബോർഡും പോലീസും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറിൽ ശരാശരി 4500ഓളം തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടിയിരുന്നെങ്കിൽ ഇന്ന് രാവിലെ മുതൽ അത് 2000-നും 2500-നും ഇടയ്ക്കാണ്. മഴയെ തുടർന്ന് തീർത്ഥാടകർ പമ്പയിൽ നിന്നും യാത്ര തുടങ്ങാൻ വൈകുന്നതും സന്നിധാനത്ത് തിരക്ക് കുറച്ചു. മുൻകൂട്ടി ദർശനത്തിന് ബുക്ക് ചെയ്ത ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒട്ടേറെ തീർത്ഥാടകരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതേസമയം ദർശനത്തിന് ബുക്ക് ചെയ്തവർ സമയക്രമം പാലിക്കണമെന്നും അതല്ലെങ്കിൽ പിന്നീട് ബുക്ക് ചെയ്തവരുടെ ഊഴം കഴിഞ്ഞ് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുമെന്നുമാണ് ADGP S. രജിത് പറയുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൃത്യസമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് വരുന്നത്. അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും. അതായത് അവർ ഈ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കുകയും ഏതെങ്കിലും ഒരു ദിവസം വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർ അഥവാ അങ്ങനെ വരേണ്ടി വന്നാൽ അവർ ഇവിടുത്തെ ഷെഡ്യൂൾഡായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ അവർ നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ടി, നിലയ്ക്കലോ എരുമേലിയിലോ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫിൻജൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് വരാൻ കഴിയാത്ത തീർത്ഥാടകർ അടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ അത് വലിയ തിരക്കിന് വഴിയൊരുക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഈ സാഹചര്യത്തിൽ അത് നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട്. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ഞങ്ങൾ ആലോചിക്കും. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ആലോചിക്കും. നാളെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് തന്നെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിചാരിക്കും, നമ്മൾ ക്രമീകരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ആലോചിക്കും. അവധി ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകുമെന്ന് കരുതിയ സാഹചര്യത്തിലാണ് മഴയും മറ്റ് പ്രതികൂല കാലാവസ്ഥയും തീർത്ഥാടകരുടെ വരവിന് തടസ്സം തീർത്തിരിക്കുന്നത്. മഴ തുടരുകയാണെങ്കിൽ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ വരവിനെ മാത്രമല്ല സന്നിധാനത്തെത്തിയ തീർത്ഥാടകരെയും അത് ബാധിക്കും. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സിറിയയിലെ രണ്ടാമത്തെ പ്രധാന നഗരമായ അലപ്പോയുടെ പ്രധാന മേഖലകൾ വിമതർ പിടിച്ചെടുത്തോടെ പ്രതിരോധം നഷ്ടപ്പെട്ട സേന റഷ്യൻ സഹായത്തോടെ തിരിച്ചടിക്കാൻ ശ്രമം തുടങ്ങി. റഷ്യ ഇടപെട്ടതോടെ ഡമാസ്കസിലേക്കുള്ള വിമതരുടെ നീക്കത്തിൽ തടയിടാനായെന്നാണ് വിലയിരുത്തൽ. അതേസമയം വിമതർ വിമാനത്താവളവും തൊട്ടടുത്ത ചില പട്ടണങ്ങളും പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. അൽ ഖ്വയ്ദയുടെ പിന്തുണയോടെയാണ് വിമതർ ബാഷർ അസദിന്റെ ഭരണം അവസാനിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്നത്. പ്രതിരോധം പോലും തീർക്കാനാകാതെയാണ് ഔദ്യോഗിക സൈന്യം പലയിടത്തും കീഴടങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് റഷ്യ സഹായവുമായി എത്തിയത്. റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണത്തിൽ സിറിയൻ വിമത സേനയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അലപ്പോയിൽ മുന്നേറിയവർ ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങാനാണ് പദ്ധതിയിട്ടത്. ഈ നീക്കത്തിന് തടയിടാൻ റഷ്യൻ ഇടപെടലിന് സാധിച്ചുവെന്നാണ് കണക്കുകൂട്ടൽ. അലപ്പോയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അബു മുഹമ്മദ് അൽ ജലാനി എന്ന തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട ഭീകരൻ കൊല്ലപ്പെട്ടു. വിമത വിഭാഗമായ ഹയാത്ത് തഹരീർ അൽ ഷാം സംഘടന നേതാവാണ് ജലാനി. കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിച്ചു വരികയായിരുന്നു. റഷ്യൻ സേന ആക്രമണം നടത്തിയ കെട്ടിടത്തിനുള്ളിലായിരുന്നു ഇയാൾ.
അതേസമയം സിറിയയിലെ സംഭവവികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രായേലും. ആവശ്യമായ ഘട്ടത്തിൽ ഇസ്രായേലും കൃത്യമായ ഇടപെടൽ നടത്തുമെന്നാണ് വിവരം. അലപ്പോയിലെ വിവിധ കേന്ദ്രത്തിൽ റഷ്യയുമായി ചേർന്നുള്ള വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സിറിയൻ സൈന്യത്തിന്റെ അവകാശവാദം. പലയിടത്തും ഏറ്റുമുട്ടൽ തുടരുകയാണ്. സിറിയൻ അധികൃതർ അലപ്പോ വിമാനത്താവളവും നഗരത്തിലേക്കുള്ള റോഡുകളും അടച്ചു. സ്കൂളുകളും സർക്കാർ ഓഫീസുകളും അടച്ചിട്ടിരിക്കുകയാണ്. 14,000-ലധികം പേർ അഭയാർത്ഥികളായതായാണ് റിപ്പോർട്ട്. ബുധനാഴ്ചയാണ് വിമതർ അലപ്പോയിലേക്ക് കടന്നുകയറിയത്. വെള്ളിയാഴ്ചയോടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവർ കീഴടക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. 2 ഹിന്ദു സന്യാസിമാർ കൂടി കസ്റ്റഡിയിലുണ്ടെന്ന വിവരം സ്ഥിരീകരിച്ച് ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതോടെ ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതായും ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹിദ് ഹുസൈൻ പ്രതികരിച്ചു. ഇസ്കോൺ അംഗങ്ങളായ രുദ്രപതി കേശവദാസ്, രംഗനാഥ് ശ്യാമസുന്ദർദാസ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തതായാണ് ബംഗ്ലാദേശ് സർക്കാർ സ്ഥിരീകരിച്ചത്. കൂടാതെ 17 പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നും വ്യക്തമാക്കി. നേരത്തെ അറസ്റ്റിലായിരുന്ന ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവർക്കെതിരെയാണ് നടപടിയെന്നാണ് വിശദീകരണം. ചിന്മയ് കൃഷ്ണദാസിന് ഭക്ഷണവും മരുന്നും പണവും എത്തിക്കാൻ പോയപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തെന്നാണ് വിവരം. ഇവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സംശയാസ്പദമായ സാഹചര്യത്തിലായിരുന്നു കസ്റ്റഡിയിലെടുത്തതെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തുടരുകയാണ്. ഇസ്കോണിന്റെ ഉൾപ്പെടെ 4 ക്ഷേത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം തകർത്തത്. ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് RSS രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തിയിരുന്നു. ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടരുതെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായാണ് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുനമ്പത്ത് സമരം 50-ാം ദിവസം. വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പം നിവാസികൾ നടത്തുന്ന നിരാഹാര സമരം 50-ാം ദിവസത്തിൽ. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് രൂപം നൽകിയെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് മുനമ്പത്ത് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തുന്നത്. മുനമ്പം സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 50-ാം ദിവസവും ഇവിടേക്ക് നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് അവരുടെ പിന്തുണയെല്ലാം തന്നെ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമരം അത് ഇപ്പോൾ ഒരു പരിധിവരെ അതിൻ്റെ ഒരു തീക്ഷ്ണത, പൊതുവിൽ കേരളത്തിലെമ്പാടും സമരം വ്യാപിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഒരു തീക്ഷ്ണത അല്പമൊന്നും ഇവർ കുറയ്ക്കുന്നത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ അടക്കം നിശ്ചയിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധിയായ കേരളത്തിൽ നിന്ന് എമ്പാടും ഇവിടേക്ക് എത്തിയ സംഘടനകൾ, വ്യക്തികൾ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവർ ഐക്യദാർഢ്യം ഇവിടേക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ ഈ മുനമ്പം നിവാസികളോടൊപ്പം തന്നെ കേരളം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഇവർക്ക് നീതി ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയമില്ല. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ മുനമ്പം ബീച്ചിനോടുള്ള വേളാങ്കണ്ണി മത ദേവാലയത്തിന്റെ അങ്കണത്തിലാണ് ഈ സമരവേദിയായി തുടക്കം മുതൽ തന്നെ തീരുമാനിച്ചു. നിന്നിപ്പോൾ 50 ദിവസത്തിലേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസരവാസികൾ മാത്രമായിട്ട് ഇവിടെ നിന്ന് ആരംഭിച്ചൊരു സമരം കേരളം മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തത്. അതിനുശേഷം വലിയ രീതിയിലേക്ക് കേരളം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രി അടക്കം ഇടപെടുകയും ചെയ്യുന്നു. നമുക്കൊപ്പം സമരസമിതി നേതാക്കളും പള്ളി വികാരിയും എല്ലാം തന്നെ ചേരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ വന്നപ്പോഴാണ് ഈ രീതിയിൽ ഞങ്ങൾ നീങ്ങിയത്. അപ്പോൾ അതിന് എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ചാണ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട്, അല്ലെങ്കിൽ സെപ്റ്റംബർ 27-ന് വഞ്ചി സ്ക്വയറിലാണ് ഞങ്ങൾ ഒരു സദക്ഷണിക്കൽ സമരത്തോടുകൂടി ആരംഭിച്ചതാണ്. അതിനുശേഷം SNDP സംഘടനയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ചെറായി ജംഗ്ഷനിലും ഇതുപോലെ നടത്തിയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ നിരാഹാര സമരം ഇവിടെ നമ്മൾ പന്തലിൽ പള്ളിയുടെ മുമ്പിലായിട്ട് നടത്താൻ തുടങ്ങി. ഇന്നിപ്പോൾ 50 ദിവസങ്ങളായി ഇതിൽ ഹൈന്ദവ സംഘടനകൾ ഒരുമിച്ച് കൂടെ എന്നാണ് ചെയ്യുന്നത്. മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും ഇവിടെ കടന്നു വരുന്നുണ്ട്. മുനമ്പത്തെ വികാരം ഉൾക്കൊള്ളുക, കമ്മീഷനും ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെയും അത്തരം കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന, കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ സമർപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലും അവർ നിൽക്കുന്നു. അത് കമ്മീഷനും ബോധ്യപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. സമരം ശക്തമായിട്ട് തുടരും, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായിട്ട് തുടരുമെന്ന നിലപാടിലും ഈ 50-ാം ദിവസത്തിലും അവർക്ക് യാതൊരു മാറ്റവും അതിനില്ല. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. മുനമ്പത്ത് ഒരു പാവപ്പെട്ടവരെ പോലും കുടിയൊഴിപ്പിക്കണമെന്ന നിലപാടില്ലെന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസരി
ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധന പൂർത്തിയാകുമ്പോൾ നിജസ്ഥിതി പുറത്തുവരും. വഖഫ് ഭൂമി പണം വാങ്ങി കൈമാറ്റം ചെയ്യാനാകില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നും അബ്ദുൾ ഹക്കീം അസ്ഹരി പറഞ്ഞു. പാവപ്പെട്ട ആളുകളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആരുടെയും അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടാകരുത്. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം തുടരുന്നു. രാത്രി യാത്രാ നിരോധനം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും മാനന്തവാടിയിലെ സ്വീകരണ യോഗത്തിൽ പ്രിയങ്ക പറഞ്ഞു. കൽപ്പറ്റയിലെയും സുൽത്താൻ ബത്തേരിയിലെയും സ്വീകരണ യോഗങ്ങളിൽ പ്രിയങ്ക പങ്കെടുക്കും. പര്യടനം പൂർത്തിയാക്കി പ്രിയങ്ക വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങും. You have the long-standing issue of the night ban and the long-standing issue of the medical college, both of which we need to fight for, and we need to understand how together we can resolve the night ban issue. The issues that we need to tackle. At the same time, I really believe that if we strengthen tourism here and we do all we can to show the world what a beautiful place this is, then a lot of your livelihoods will be supplemented and you will have better employment possibilities. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം തിരിച്ചറിയാൻ വീഴ്ച പറ്റിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കും. മെഡിക്കൽ കോളേജിൽ സൗകര്യമില്ലാത്തത് പ്രശ്നമായില്ല. എന്നാൽ ചില ഡോക്ടർമാർ ടെസ്റ്റ് നടത്താൻ സന്നദ്ധമാകുന്നില്ലെന്നും വീണ ജോർജ് പറഞ്ഞു. ഗവർണർക്കെതിരെ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് ഗവർണർ ചെറുവിരൽ അനക്കുന്നില്ല. ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമെന്നും സ്വേച്ഛാധിപത്യ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. സംഘപരിവാർ അജണ്ടകൾക്ക് ചൂട്ടുപിടിക്കാനാണ് ഗവർണറുടെ ശ്രമം. സർവകലാശാലകളുടെ പ്രവർത്തനം പിന്നോട്ടടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും ആർ ബിന്ദു പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7140, പവന് 57,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5910, പവന് 47,280. വെള്ളി 97, കിലോയ്ക്ക് 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇനി സകലമാന കേരളം കാണാം. ഹരി ചേരും. കരുനാഗപ്പള്ളി ഏരിയ